ഫ്ലോറിഡയിലെ ഒരു കൊച്ചു കറുത്ത പൂച്ച ശാസ്ത്രലോകത്തിന് ഒരു വലിയ സംഭാവന നൽകിയതായ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തന്റെ യജമാനനായ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് പ്രൊഫഷനിലെ വൈറോളജിസ്റ്റ് ഡോക്ടർ ജോൺ ലെറ്റ്നിക്കിയെ ഓർത്തോറിയോ വൈറസിന്റെ ഒരു പുതിയ വർഗം കണ്ടെത്താൻ സഹായിച്ചാണ് പെപ്പർ എന്ന ഈ പൂച്ച താരമായത്. എലികളെ വേട്ടയാടി വീട്ടിൽ കൊണ്ടുവരുന്നതിൽ പെപ്പർ പ്രശസ്തനാണ്. അടുത്തിടെ കാട്ടിലേക്കുള്ള ഒരു സന്ദർശനത്തിന് ശേഷം പെപ്പർ ഒരു എവർഗ്ലൈഡ്സ് കുറിയവാലുള്ള ഷ്രൂവിന്റെ ശവശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ലെറ്റ്നിക്കി ഈ ശവം ഗവേഷണത്തിനായി ലാബിൽ വെച്ചപ്പോൾ പൂച്ച കണ്ടെത്തിയ എലിയിൽ ഓർത്തോറിയോ വൈറസിന്റെ ഒരു പുതിയ തരമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സംഘം കണ്ടെത്തുകയായിരുന്നു. സാധാരണയായി ജീവിവർഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സസ്തനികൾ, പക്ഷികൾ എന്നിവയിൽ പടരുന്ന ഒരു വൈറസാണിത്. വളർത്തുമൃഗത്തിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ വവ്വാലുകൾ, മാൻ, സിംഹങ്ങൾ, കുരങ്ങുകൾ എന്നിവയിൽ സാധാരണയായി കാണപ്പെടുന്നതും സ്പീഷീസുകൾക്കിടയിൽ പകരുന്നതുമായ ഒരു ഓർത്തോറിയോ വൈറസിന്റെ പുതിയ വർഗത്തെ കണ്ടെത്താൻ സഹായിച്ചു. പെപ്പർ ഇല്ലായിരുന്നെങ്കിൽ ഈ വർഗത്തെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാകുമായിരുന്നുവെന്ന് ലെറ്റ്നിക്കി അഭിമാനത്തോടെ പറയുന്നുണ്ട്. പൂച്ചയുടെ കണ്ടെത്തലിന് ഗൈൻസ്വില്ലെ ഷ്രൂ സസ്തനി ഓർത്തോറിയോ വൈറസ് ടൈപ്പ് 3 സ്ട്രെയിൻ എന്ന് പേരിട്ടു. പഠനത്തിന്റെ സഹരചയിതാവായ PhD വിദ്യാർത്ഥി എമിലി ഡെയൂറിറ്റർ ആണ് ഇത് കണ്ടെത്തി ഷ്രൂവിൽ നിന്ന് വേർതിരിച്ചെടുത്തത്. പെപ്പറിന്റെ സംഭാവനകളെ ഡെയൂറിറ്ററിന്റെ കൃതികൾക്ക് തുല്യമായി താൻ കാണുന്നുവെന്ന് ലെറ്റ്നിക്കി തമാശയായി പറഞ്ഞു. ചുരുക്കത്തിൽ, ഒരു വളർത്തുപൂച്ചയുടെ കൗതുകകരമായ വേട്ടയാടൽ ശീലം എങ്ങനെ ശാസ്ത്രലോകത്തിന് ഒരു വലിയ കണ്ടെത്തലിലേക്ക് വഴിയൊരുക്കി എന്നതിന്റെ രസകരമായ ഉദാഹരണമാണ് പെപ്പറിന്റെ ഈ കഥ.